ദേവസ്വം ഭാരവാഹികളൊക്കെ ഉണ്ട്. നമ്മൾ പൂരത്തെ പറ്റി കുറെ സംസാരിച്ചിരുന്നു. പൂരത്തിന്റെ കുറെ, അതായത് വെടിക്കെട്ടിനെയൊക്കെ പറ്റി ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ നടത്തി തുടങ്ങിയാണ്. പിന്നെ തീർച്ചയായിട്ടും ഇത്തവണ വളരെ സ്മൂത്ത് ആയിട്ടാണ് കാര്യങ്ങളുടെ പോക്ക്. അതിൻ്റെ ഒരു എഫക്റ്റ് ഇന്നലെ സാമ്പിളിൻ്റെ സമയത്ത് കണ്ടു. ജനങ്ങൾക്ക് വളരെയധികം സ്വരാജ് റൗണ്ടിൽ തന്നെ നിന്ന് കാണാനുള്ള സൗകര്യമുണ്ടായി. എല്ലാവരും എൻജോയ് ചെയ്തു ഇത്തവണത്തെ സാമ്പിൾ വെടിക്കെട്ട്. ഇതുപോലെ തന്നെ ഈ ചടങ്ങും അതുപോലെ വരുന്ന നാളെയും മറ്റന്നാളും പൂരം ആഘോഷിക്കും. എല്ലാവർക്കും ഗംഭീരമായി നടക്കട്ടെ. ഞങ്ങളിവിടെ ഉണ്ട്, നമുക്ക് ഗംഭീരാക്കാം. അപ്പോൾ ഇതാണ് കണ്ടില്ലേ MR അഭിലാഷ് അദ്ദേഹം പറയുന്നതാണ്. സത്യത്തിൽ എനിക്ക് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ഒരു അനുഭവമായി തോന്നിയത്. സുപ്രീം കോടതി അഭിഭാഷകൻ ഒരു ആനയെക്കുറിച്ച് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാണുന്ന പ്രേക്ഷകരിൽ പലരും ഇപ്പോഴും ഒരുപക്ഷെ സംശയം തോന്നിക്കും. ഒരു ആനയെക്കുറിച്ച് ഇത്രയൊക്കെ പറയാനുണ്ട്. പക്ഷെ അതാണ് തെച്ചിക്കോട്ടുകാവ് രാമൻ ഇവിടെ വരുമ്പോൾ സാധാരണ രീതിയിൽ ഇന്ന് വരേണ്ടിയിരുന്നതാണ്. പക്ഷെ ചില കാരണങ്ങളാലാണ് മാറി. രാമനാൽ മാത്രം കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുള്ള, പൊതുജനം ആകർഷിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു ചടങ്ങ്, അവിടേക്ക് രാമൻ എത്തുന്നില്ല എന്നുള്ളത് ഈ രാമന്റെ ആരാധകർക്ക് എന്ത് വിഷമമായിരിക്കും ഇപ്പൊ മനസ്സിലാവും. അതെ അതെ, പോലും രാമനെ കാണാൻ. അതെ അതെ, ആനയോട് മനുഷ്യർക്ക് ഇത്രയധികം സ്നേഹമുണ്ടാവും. അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ അത്ര ആനയെ കുറിച്ചുള്ള മറ്റു പല കാര്യങ്ങളും നമുക്കറിയാം, വിവാദങ്ങളൊക്കെ പല വിഷയങ്ങളുണ്ട്. പക്ഷെ തൃശ്ശൂർ പൂരത്തിനെത്തുന്ന ആനകളെ എത്രത്തോളം കെയർ ചെയ്ത് എത്രത്തോളം സുരക്ഷിതത്വമായാണ് കൊണ്ടു നടക്കുന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ഇനി നമുക്ക് ശ്രീധരന്റെ അടുത്തേക്ക് പോകാം. ശ്രീധര, എല്ലാവരും ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ കാത്തേക്കാണ്, എല്ലാവരും ഉണ്ട് വേണ്ടി. അതെ, എത്ര സമയമുണ്ട്? ഇനി കുറെ നേരമായിട്ട് പറയണല്ലേ.